സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രഭവവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾ കണ്ടുകൊണ്ട് വന്ന സാഗറിനെ കണ്ടയുടൻ കൺമണി അവിടെ നിന്നും പോകുന്നുണ്ട്. കൺമണിയെ ഡിസൈൻ വരയ്ക്കുന്നതിനിടയ്ക്ക് ശല്യപ്പെടുത്താൻ വന്ന കൃഷ്ണന് ശരിക്കും ചീത്ത പറയുന്നുണ്ട് സാഗർ. നിനക്ക് നിന്റെ കാര്യത്തിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ എന്നും സാഗർ പറയുന്നു. ഇതിനിടയിൽ ബലരാമൻ മുറ തുറക്കാൻ വേണ്ടിയിട്ട് ആവതം പരിശ്രമിക്കുന്നുണ്ട്. പുറത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, ആരുമില്ല ഇവിടെ, വാതിൽ തുറക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മാനസയോട് ജയമോഹനും ഹേമയും പഴയതൊക്കെ മറക്കാനും വേറൊരു ജോലിക്ക് ട്രൈ ചെയ്യാനും അങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങാനും പറയുമ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അലിഗയിൽ മാത്രമായിരിക്കുന്നു തീർത്ത് പറയാണ് മാനസ. പിന്നീട് കൺമണിയുടെ പ്രോഗ്രാം ടി വിയിൽ തുടങ്ങാൻ പോകുന്നത് കാത്തിരിക്കുകയാണ് കേട്ടോ ധനലക്ഷ്മിയും ഗോകുലും ഒക്കെ. ഇത് മാനസ കാണണമെന്നും അവൾ അറിയട്ടെ നിന്റെ വിലയെന്നും അവർ പറയുന്നു. യാദൃശ്ചികമായിട്ട് മാനസ ആ പ്രോഗ്രാം കണ്ടയുടൻ തന്നെ ടി വി ദേഷ്യത്തോടെ ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. സുമിത്രയാണെങ്കിലും മാനസയെ വിളിച്ച് കൺമണി സാഗർ കുടുംബത്തിൽ എത്തുന്നതിന് മുൻപ് നീ അവിടെ മരുമകളായിട്ട് എത്തുമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അതെങ്ങനെയെന്ന് ചിന്തിക്കുകയാണ് മാനസ. ബലരാമൻ്റെ ശബ്ദം കേട്ട് അകത്തേക്ക് വന്ന ഗുണ്ടയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് പെരുമാറാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ബലരാമൻ. രാത്രി കൺമണിയെ വിളിച്ച് കൃഷ്ണന് സന്തോഷത്തോടെ മുത്തുകയൊക്കെ കൊടുക്കുകയാണ് അവൾ. ഇത് കണ്ട് കൃഷ്ണൻ ഞെട്ടുമ്പോൾ ചിരിക്കുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്.